ജാർഖണ്ഡിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് ബി.ജെ.പി. നീക്കം. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വിശ്വസ്തനും മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പൈ സോറൻ ബി.ജെ.പിയിലേക്ക് എന്ന് സൂചന. 6 എം.എൽ.എമാരുമായി ചമ്പൈ സോറൻ ഡൽഹിയിലെത്തി. അച്യുതൻ ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അച്യുതൻ, ഇതൊരു അട്ടിമറി നീക്കമാണല്ലോ. എന്താണ് ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ? ചമ്പൈ സോറൻ ഈ ബി.ജെ.പിയിലേക്ക് വരുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ? 6 എം.എൽ.എമാരും ചമ്പൈ സോറനും ഡൽഹിയിലുണ്ട് എന്നാണല്ലോ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. ഗോപികൃഷ്ണൻ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ അത്തരം വാർത്തകൾ, അതായത് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ബി.ജെ.പിയിലേക്ക് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. മാത്രമല്ല പല ബി.ജെ.പി. നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതുമായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനെല്ലാം ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം 6 എം.എൽ.എമാരും ഉള്ളതായാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഇവിടെ ചില മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ജാർഖണ്ഡിൽ ഇ.ഡി. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചമ്പൈ സോറൻ വരുന്നത്. വിലയിരുത്തുമ്പോൾ JMM പാർട്ടിയുടെ മുതിർന്ന നേതാവ് കൂടിയാണ് ചമ്പൈ സോറൻ. ഹേമന്ത് സോറന്റെ വിശ്വസ്തൻ കൂടിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ പദത്തിലേക്ക് വരുന്നു. തുടർന്ന് ഹേമന്ത് സോറന് ജാമ്യം ലഭിക്കുകയും വീണ്ടും ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതുമായിരുന്നു ജാർഖണ്ഡിൽ ഈ സമീപകാലത്ത് നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. അതിനുശേഷം ചമ്പൈ സോറന് മന്ത്രിസ്ഥാനത്തിൽ ഒരിടവും ഹേമന്ത് സോറൻ നൽകുകയായിരുന്നു. എന്തായാലും അതിനെല്ലാം ഒടുവിലാണ് ഈ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നതായുള്ള സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും എല്ലാത്തിൻ്റെയും അവസാനം എന്ന നിലയിൽ ഡൽഹിയിൽ തന്നെയാണ് അതിൻ്റെ എല്ലാം ആ ഒരു രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ചമ്പൈ സോറനും 6 എം.എൽ.എമാരും ഇവിടേക്ക് എത്തിയതായാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ പല എം.എൽ.എമാരുമായും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് JMM പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. പല എം.എൽ.എമാരുമായി അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ശിവരാജ് സിംഗ് ചൗഹാനുമായി, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായി ചമ്പൈ സോറൻ ബന്ധപ്പെട്ടതായും ചില വിവരങ്ങളുണ്ട്. എന്തായാലും ഇന്ന് വന്ന ഒരു പ്രതികരണം, ചമ്പൈ സോറൻ നടത്തിയൊരു പ്രതികരണം എന്നുള്ളത് ഈ അഭ്യൂഹങ്ങളെ തള്ളുന്ന തരത്തിലായിരുന്നു. താൻ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഉണ്ട് എന്ന തരത്തിൽ ഈ കിംവദന്തികളാണ് പരക്കുന്നത് എന്ന തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയത്. എന്തായാലും ഡൽഹിയിൽ തുടരുന്ന വേളയിൽ അത്തരം അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ്. ഈ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ രാഷ്ട്രീയ അട്ടിമറി അവിടെ നടക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. നിലവിൽ 45 അംഗസംഖ്യയാണ് ഭരണപക്ഷത്തിനുള്ളത്. പ്രതിപക്ഷത്തിനാവട്ടെ 30 അംഗസംഖ്യ. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂറുമാറ്റം അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പ്രതിഫലിക്കും. കാരണം അടിത്തട്ടിൽ വേരുറപ്പുള്ള ഒരു നേതാവ് കൂടിയാണ് ചമ്പൈ സോറൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബി.ജെ.പിയിലേക്ക് അല്ലെങ്കിൽ ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചാൽ അത് ബി.ജെ.പിക്ക് പല നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെയാണ് അത്തരം ശ്രമങ്ങൾ ഇതിനു മുൻപും നടത്തിയത്. എന്തായാലും ഇതുവരെയും അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ തുടരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ചമ്പൈ സോറൻ 6 എം.എൽ.എമാരുമായി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകുന്നത്.